ഹായ് ഫ്രണ്ട്സ്. ഹനുമാൻ PVC യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമയാണ് ഹനുമാൻ. പല പല യൂണിവേഴ്സിൻ്റെ പേര് കേട്ടിട്ടുണ്ട്. MCU, LCU, കോപ്പ് യൂണിവേഴ്സ്, സ്പൈ യൂണിവേഴ്സ്. എന്താണ് PVC യൂണിവേഴ്സ്? പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ്, തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു പുതിയ യൂണിവേഴ്സാണ് PVCU. ആദ്യം തന്നെ പ്രശാന്ത് വർമ്മയെ കുറിച്ച് സംസാരിക്കാം. ആരാണ് പ്രശാന്ത് വർമ്മ? തെലുഗു ഇൻഡസ്ട്രിയിലെ ഒരു പ്രോമിസിംഗ് ആയ സംവിധായകനാണ് പ്രശാന്ത് വർമ്മ. അദ്ദേഹത്തിന്റെ 2 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് AWE എന്നാണ് സ്പെല്ലിങ്. ഒരു സൈക്കോളജിക്കൽ ഡ്രാമയാണ്. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവും. അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. രണ്ടാമത്തെ പടം സോംബി റെഡ്ഡി, തെലുഗു ഇൻഡസ്ട്രിയിലെ ഒരു ആക്ഷൻ കോമഡി സോംബി വിഭാഗത്തിൽപ്പെട്ട ഒരു പടം. നല്ല അടിപൊളി കോമഡിയും ആക്ഷനും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗംഭീര പടമാണ് സോംബി റെഡ്ഡി. അതും കാണാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഈ 2 പടങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഹനുമാനിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പോരാത്തതിന് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു ഈ പടത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിന്റെ ക്ലാഷ് വെച്ചത് ആരൊക്കെ കൂടിയാണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർക്കാരൻ, വെങ്കടേഷിന്റെ സൈന്ധവ്, നാഗാർജുനയുടെ നാ സാമിരംഗ, 3 സൂപ്പർ താര പടങ്ങൾ ഒരുമിച്ചാണ് ക്ലാഷ് വെച്ചത്. അപ്പോൾ ഇതിന് തിയേറ്ററൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഇതാണിപ്പോൾ തെലുഗു ഇൻഡസ്ട്രിയിൽ, അതായത് തെലുഗു ബോക്സ് ഓഫീസിൽ നമ്പർ 1, ടിക്കറ്റ് ബുക്കിങ്ങിൽ നമ്പർ 1 ആയി നിൽക്കുന്നത്. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഗുണ്ടൂർക്കാരൊക്കെ വളരെ പിറകിലാണുള്ളത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു, നമുക്ക് 2 ഇതിഹാസങ്ങളുണ്ട്, രാമായണം, മഹാഭാരതം. അതിൽ തന്നെ 100 കണക്കിന് 1000 കണക്കിന് വെറൈറ്റി കഥകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ സിനിമകൾ വേണമെങ്കിലും എടുക്കാം. പല ജോണർ, സൂപ്പർ ഹീറോ, ഫാൻറ്റസി, പൊളിറ്റിക്കൽ ഡ്രാമ, രാജനീതിയൊക്കെ അതിൽ നിന്ന് ഇൻസ്പയർ ആയ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. പക്ഷേ അങ്ങനെ അധികം പടങ്ങൾ ഈ ഒരു സംഭവം ബേസ് ചെയ്തുകൊണ്ട് വന്നു കാണാറില്ല. അതിന് ഒരു അന്ത്യം കുറിച്ചിരിക്കുകയാണ് പ്രശാന്ത് വർമ്മ ഹനുമാനിലൂടെ. രാമായണം എന്നുള്ള ഇതിഹാസത്തിന് അത്ര ഗംഭീരമായിട്ട് സൂപ്പർ ഹീറോ ജോണറുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഹാറ്റ്സ് ഓഫ് പ്രശാന്ത് വർമ്മക്ക്. ഇനി ഹനുമാനിലേക്ക് തിരിച്ചു വരാം. പടം തുടങ്ങുമ്പോൾ തന്നെ പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ VFX. ബഡ്ജറ്റ് ഒരു 25-30 കോടി അങ്ങനെ എന്തോ ഉള്ളൂ എന്നാണ് ന്യൂസ് ചാനലിനൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ ഒരു സൂപ്പർ ഹീറോ ജോണർ അല്ലെങ്കിൽ ഫാന്റസി ജോണറിന് നമ്മൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലൊക്കെ കണ്ടതുപോലെ ഒരു അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വേണ്ടി വരും. പക്ഷേ ഈ ലിമിറ്റഡ് ബഡ്ജറ്റിൽ വെച്ചിട്ട് വളരെ മികച്ച VFX ഹനുമാൻ ഇതിന്റെ മേക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആദിപുരുഷ് 400-500 കോടി എന്തോ ബഡ്ജറ്റുള്ള പടത്തിന്റെ VFX, കാർട്ടൂൺ ലെവൽ VFX. പഠാൻ 2 സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് വരുന്ന സീന്, സൽമാനും ഷാരൂഖും ഒരുമിച്ച് വരുന്ന തോക്കൊക്കെ എടുത്തുള്ള സീനിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ചിത്രം വെച്ചതുപോലെയുണ്ട്. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഹനുമാന്റെ VFX അതിഗംഭീരാണ്. രണ്ടാമത് പറയേണ്ട കാര്യം ഇതിന്റെ സ്റ്റോറി. അഞ്ജനാദ്രി എന്നുള്ള ഒരു ഗ്രാമം, ഫിക്ഷണൽ ഗ്രാമമാണ്. ആന്ധ്രയിലോ തെലങ്കാനയിലോ ഉള്ള ഒരു ഫിക്ഷണൽ ഗ്രാമം. അവിടെ ഹനുമന്ത് എന്ന പേരിലുള്ള ഒരു ചെറുപ്പക്കാരൻ, മലയാളത്തിൽ ചിലപ്പം വേറെ പേരായിരിക്കും. ഞാൻ ഹിന്ദി വേർഷനാണ് കണ്ടത്. ഇവിടെ മുംബൈയിൽ ഹിന്ദിയും തെലുഗും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഹിന്ദിയാണ് കണ്ടത്. ഈ ചെറുപ്പക്കാരന് സൂപ്പർ പവർ കിട്ടുന്നു. എങ്ങനെ കിട്ടുന്നു എന്നൊന്നും ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. അതിനുശേഷം നടക്കുന്ന ഒരു വില്ലൻ വരുന്നു. നോർമൽ സൂപ്പർ ഹീറോ പടത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ. പക്ഷേ അത് ഇന്ത്യൻ പശ്ചാത്തലം എടുക്കുമ്പോൾ ആ ഒരു സൗന്ദര്യം പടത്തിനുണ്ട്. തുടക്കമൊക്കെ ഒരു ടിപ്പിക്കൽ തെലുഗു മൂവി തുടങ്ങുന്നത് പോലെ തുടങ്ങി മെല്ലെ ഗ്രാഫ് മുകളിലേക്ക് പോവുക ചെയ്യുന്നത്. ഇന്റർവെൽ ആകുമ്പോൾ ഇന്റർവെല് എന്നല്ല എഴുതി കാണിക്കുന്നത്, ജയ് ശ്രീരാം എന്നാണ്. മഹാരാഷ്ട്രയിലെ ഓഡിയൻസ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിന്റെ ഒരുമിച്ച് ഇരുന്ന് ഇത് കാണുമ്പോൾ അവർ ജയ്യൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആവേശമുണ്ട് തിയേറ്ററിൽ. സൂപ്പർ താരപടങ്ങൾക്കൊക്കെ ഉള്ള പോലത്തെ ഒരു ആവേശം തിയേറ്ററിൽ ഇടക്കിടക്ക് ഇങ്ങനെ ജയ് വിളി വരുമ്പോൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്റർവെല്ലിന് ശേഷം വീണ്ടും ഗ്രാഫ് മുകളിലോട്ട് തന്നെയാണ്. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ പീക്ക് ലെവലായി. ഒരു സംസ്കൃതം ടൈപ്പ് BGM ഒക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ക്ലൈമാക്സ് പ്യുവർ ഗൂസ് ബംപ് മൊമെന്റ്സ് ആണ്. സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് ക്ലൈമാക്സ് അവസാനിക്കുന്നത്. സെക്കൻഡ് പാർട്ടിന്റെ പേര് ജയ് ഹനുമാൻ എന്നാണ്. അപ്പോൾ എന്താണ് സെക്കൻഡ് പാർട്ട്? 2025 ഇറങ്ങുന്നത്. അതെന്താണെന്ന് ഏകദേശം ഊഹിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത് പറയേണ്ടത് പെർഫോമൻസ്. മുമ്പ് സോംബി റെഡ്ഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിലെ നായകൻ തേജ സജ്ജയാണ് ഇതിൽ ഹനുമാനായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിലുള്ള പെർഫോമൻസ്, ഒരു സൂപ്പർ ഹീറോ ജോണറിന് എന്താണോ വേണ്ടത് അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. തെലുഗു ഇൻഡസ്ട്രിയിലെ നടന്മാരുടെ റേഞ്ച് നമുക്കറിയാം. ഒരു ആവറേജ് നടന്മാരാണ് പൊതുവേ ഉള്ളവർ. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് ആണ് തേജ സജ്ജ കാഴ്ചവെച്ചിരിക്കുന്നത്. മെയിൻ ലീഡ് നായിക ആയിട്ട് അമൃത അയ്യർ. ഒരു ടിപ്പിക്കൽ തെലുഗു സിനിമയിൽ കാണുന്ന നടി പോലെയൊന്നുമല്ല, നല്ല ഇമ്പോർട്ടൻ്റ് റോളാണ്.
പിന്നെ തേജസ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് വരലക്ഷ്മി ശരത് കുമാറിനാണ്. ഒരു പവർഫുൾ റോൾ. ഒരു സീനുണ്ട് അത്യാവശ്യം നല്ല പഞ്ച് ഡയലോഗും പഞ്ച് എന്ന കുറച്ചൊരു ആക്ഷനൊക്കെ ഉള്ള സീന് വരലക്ഷ്മി ശരത് കുമാർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സമുദ്രകനി, അദ്ദേഹം കുറച്ച് സമയമേ ഉള്ളൂ, സ്ക്രീൻ ടൈം കുറവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരാണ് കഥാപാത്രം എന്ന് റിവീൽ ചെയ്യുന്ന സീനൊക്കെ നല്ല ഒരു തിയേറ്ററിൽ കയ്യടി കിട്ടുന്ന തരത്തിലുള്ള ഒരു സീനായിരുന്നു അത്. പിന്നെ വില്ലനായിട്ട് എത്തിയിരിക്കുന്നത് വിനയ് റായി ആണ്. അദ്ദേഹത്തിന്റെ റേഞ്ച് നമുക്കറിയാം. നമുക്കൊരു 2 അടി അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്ന തരത്തിലുള്ള പെർഫോമൻസ് വിനയ് റായി കാഴ്ചവെച്ചിട്ടുണ്ട്. സൂപ്പർ ഹീറോന്റെ ഓപ്പോസിറ്റ് ഒരു ടൈപ്പ് സൂപ്പർ ഹീറോ തന്നെ ആയിരിക്കുമല്ലോ ആ ഒരു ജോണർ പടത്തിൽ ഉണ്ടാവുക. വിനയ് റായി അങ്ങനെ ഒരു റോളാണ് എത്തിയിരിക്കുന്നത്. മികച്ച പെർഫോമൻസ്. ചുരുക്കത്തിൽ ഹനുമാനെ കുറിച്ച് പറയുമ്പോൾ നല്ല സ്റ്റോറി, അതായത് വെറൈറ്റി സ്റ്റോറി ഒന്നല്ല, ഒരു നോർമൽ സൂപ്പർ ഹീറോ സ്റ്റോറി ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നട്ട തരത്തിലുള്ള ഒരു കഥ, ബെസ്റ്റ് VFX, മികച്ച പെർഫോമൻസുകൾ, ഫാമിലിക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമ. അതാണ് ഹനുമാൻ. ഞാൻ ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5. മറ്റൊരു കാര്യം ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടത്, പ്രശാന്ത് വർമ്മയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 20 സ്റ്റോറികളുണ്ട്, 12 സൂപ്പർ ഹീറോസിനെ വെച്ചുള്ളത്. അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഓരോ സംക്രാന്തിക്കും, ഇപ്പോൾ ജനുവരി 12 സംക്രാന്തിക്കാണ് ഹനുമാൻ റിലീസായത്, ഓരോ സംക്രാന്തിക്കും ഓരോ സൂപ്പർ ഹീറോ പടം PVCUവിലുള്ള ഓരോ പടങ്ങളെ റിലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ 20 പടങ്ങൾ ഉണ്ടാവുമോ എന്നറിയില്ല, എന്തായാലും ഒരു 10 പടമൊക്കെ ഷുവറാണ്. അപ്പോൾ അടുത്ത പടം ജയ് ഹനുമാന് വേണ്ടി നല്ല രീതിയിലുള്ള വെയിറ്റിംഗ് ആണ്.